പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇപ്രകാരം പറയുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. ഇവിടെ ഇപ്രകാരം പറയുകയാണ്: നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇത് ഓരോ വിശ്വാസിയും അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടവരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായി മാറ്റപ്പെട്ട ഓരോ വ്യക്തികൾക്കും എതിരെ പ്രവർത്തിക്കുന്ന, ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചുറ്റുപാട് മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. കൂട്ടായ്മയെന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയാകാം, അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായ പശ്ചാത്തലത്തിലുള്ള മറ്റുള്ള കൂട്ടായ്മകളാകാം. ഈ കൂട്ടായ്മകളിലെല്ലാം നമുക്ക് ഓരോരുത്തർക്കും എതിരെ നമുക്ക് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ പറ്റാത്ത തരത്തിൽ നമുക്കെതിരെ തിന്മ പറയുകയും കുതികാല് വെട്ടുകയും നമുക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ഈ ചുറ്റുപാടുമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന തിന്മയിൽ നിന്നും അവരിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വ്യക്തി, നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ച വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവനോട് സ്നേഹപൂർവ്വം പെരുമാറാനും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനും അല്ലെങ്കിൽ അവന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുവാനും നമ്മൾ തയ്യാറാകുമോ? ഇവിടെയാണ് ക്രിസ്തീയ സാക്ഷ്യം. നമുക്ക് കാണുവാൻ സാധിക്കും, വടക്കേണ്ടിയിൽ റാണി മരിയെ കുത്തിക്കൊന്നു, രക്തസാക്ഷിത്വം വഹിച്ചു. റാണി മരിയെ കൊന്ന വ്യക്തി റാണി മരിയയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന ചരിത്രമുണ്ട്. റാണി മരിയെ കൊന്ന വ്യക്തി ജയിലിൽ കിടന്നപ്പോൾ റാണി മരിയയുടെ സഹോദരി ഈ പറയപ്പെട്ട സ്വന്തം സഹോദരിയെ കൊന്ന വ്യക്തിയുടെ കരം പിടിച്ചുകൊണ്ട് അവനോട് സ്നേഹമായി പെരുമാറുകയും അവനോട് ക്ഷമിക്കുകയും, റാണി മരിയയുടെ സഹോദരി മാത്രമല്ല, മാതാപിതാക്കളും ആ വ്യക്തിയോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും സ്വന്തം മകനെ പോലെ സ്വീകരിക്കുവാൻ ആയിട്ടുള്ള മനോഭാവം അവർക്കുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, അവർക്ക് ഈ മനോഭാവം ഉണ്ടായത് എവിടുന്നാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്. റാണി മരിയയുടെ സഹോദരി ജയിലിൽ പോയി റാണി മരിയയെ കൊന്ന വ്യക്തിയെ കാണുകയും അവൻ്റെ കയ്യിൽ ഒരു സ്നേഹത്തിൻ്റെ ചരട് കെട്ടിക്കൊടുക്കുകയും ചെയ്തു, സ്വന്തം സഹോദരനായിട്ട് സ്വീകരിച്ചുകൊണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ അവൻ്റെ ശിരസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീക്കനൽ കൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ എൻ്റെ സഹോദരിയെ കൊന്നവനല്ലേ, ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന പ്രതികാര ചിന്തയുമായിട്ട് ആ പറയപ്പെട്ട സഹോദരി മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ഇവനെ മാനസാന്തരപ്പെടുത്തുവാനോ ഇവനെ ദൈവത്തിൻ്റെ ഒരു മകനാക്കി മാറ്റുവാനോ സാധിക്കത്തില്ലായിരുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. കേരളത്തിലെ പെരുമ്പാവൂർ പുല്ലുവഴിയിൽ വന്ന് റാണി മരിയയുടെ മാതാപിതാക്കളെ ഈ പറയപ്പെട്ട കൊലപാതകം നടത്തിയ വ്യക്തി വന്ന് കാണുകയും അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച വിശുദ്ധരായ മാതാപിതാക്കളാണ് ആ ഭവനത്തിലുണ്ടായിരുന്നത്. സ്വന്തം മകളെ കൊന്ന വ്യക്തിയോട് സ്നേഹപൂർവ്വം പെരുമാറണമെങ്കിൽ
അവന് ഭക്ഷണവും കൊടുത്ത് അവനോട് ക്ഷമിച്ച് സ്നേഹപൂർവ്വം പെരുമാറണമെങ്കിൽ യഥാർത്ഥത്തിൽ അവരൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും അവരുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവരുടെ മനസ്സും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവരുടെ ചിന്തയും ഭാവനയും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വന്നതാണ്. ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമേ. എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് നിൻ്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തീക്കനലുകൾ കൂന കൂട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പറയപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കുവാനും തുടങ്ങും. അവൻ അനുതാപം കൊടുക്കും, അവൻ മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കും, അവൻ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറ്റപ്പെടുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ പീഡിപ്പിച്ച വ്യക്തികളുണ്ട്, നമ്മളെ നിന്ദിച്ച വ്യക്തികളുണ്ട്, നമ്മളെ പരിഹസിച്ച വ്യക്തികളുണ്ട്, ഇന്നും നമുക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ആ വ്യക്തിയോട് വെറുപ്പിട്ടുകൊണ്ട് നടന്നാൽ, ആ വ്യക്തികളോട് വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്നാൽ അതിൻ്റെ ദോഷം ഈ വെറുപ്പ് കൊണ്ടു നടക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. എന്നാൽ അത്തരം വ്യക്തികളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വെറുപ്പ് മാറ്റപ്പെടുകയും അവൻ ആത്മാവിനാൽ നയിക്കപ്പെടുകയും അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോയി അവന് സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ആ വ്യക്തികൾക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളെ വേദനിപ്പിക്കുകയും ഞങ്ങൾക്കെതിരെ തിന്മ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് ആവശ്യമായ നന്മകൾ ചെയ്തു കൊടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.